ഒന്നും പറയാനില്ല. സ്റ്റോറിയിൽ ഒരു അർജന്റീന ആരാധകൻ ആ മത്സരത്തെ എങ്ങനെ കാണുന്നു, ഇനിയിപ്പോൾ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു, എല്ലാം അതിലുണ്ട്. കാരണം കളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ അർജന്റീന ഫൈനൽ ആണെന്ന് മറന്നുപോയോ എന്ന് വരെ തോന്നി. അതെ, ശരിക്ക് ആദ്യത്തെ ഒരു 50 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ഗോൾ വീണിരുന്നെങ്കിൽ ചിലപ്പോൾ തിരിച്ചടിക്കാൻ ശ്രമിച്ചേനെ. ഇത് വൈകിപ്പോയി. 106 മിനിറ്റ് ആയിരുന്നു ഗോൾ വീണപ്പോൾ. അതിനുശേഷം പിന്നെ ഇത് മറ്റ് ടീമുകളെ പോലെയല്ലല്ലോ. സ്പെയിൻ കുറച്ചുകൂടി പ്രതിരോധത്തിൽ, പ്രത്യേകിച്ച് കുബാർസിയെയും കുക്കുറയെയും ലപ്പോർട്ടിനെയും ഒക്കെ പോലെയുള്ള താരങ്ങൾ, പെഡ്രോ പോറയെ പോലെയുള്ള താരങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു ഗോൾ മുഖമല്ല അത് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. നമുക്ക് ആ കണക്കുകൾ നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി അത് എന്തായിരുന്നു ഇന്നലെ മൈതാനത്ത് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെയാണ്. ഏകദേശം കളം നിറഞ്ഞ് എല്ലായിടത്തും ഓടിയെത്തുന്ന സ്പെയിൻ താരങ്ങളെയാണ് കണ്ടത്. അത്രത്തോളം ലക്ഷ്യം അവർ കണ്ടിരുന്നു. ഇതാണ് കണക്കുകൾ. 20 ഷോട്ടുകൾ സ്പാനിഷ് താരങ്ങളുടെ ബൂട്ടിൽ നിന്ന് വന്നു. മറുവശത്ത് 3 ഷോട്ടുകൾ, അതും അവസാന നിമിഷങ്ങളിൽ വന്നതാണ് എന്ന് ഓർക്കുക. പക്ഷേ ലക്ഷ്യത്തിലേക്ക് 0 എന്ന് കാണുമ്പോഴാണ് ലോക ചാമ്പ്യന്മാരായി വന്ന അർജന്റീനയുടെ ഇന്നലത്തെ മത്സരത്തിൽ എത്രത്തോളം അവർ നിരാശപ്പെടുത്തി എന്നതിനുള്ള അടയാളം ഈ കാണുന്നത്. 0 ഷോട്ട്. മറുവശത്ത് 11 ഷോട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊസഷൻ നോക്കൂ, 32% മാത്രമാണ് അർജന്റീനയ്ക്കുള്ളത്. മറുവശത്ത് 68% സമയവും പന്ത് കാൽക്കീഴിൽ വെച്ചത് തോറ്റു എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. തീർച്ചയായും പാസുകൾ നോക്കൂ, 803, ടിക്കി ടാക്കയ്ക്കും അപ്പുറം എന്ന് നമ്മൾ 1000 എത്തിയില്ല എന്ന് മാത്രം. മറുഭാഗത്ത് അർജന്റീനയ്ക്ക് 445 ഉള്ളൂ. പലപ്പോഴും പന്ത് കിട്ടാതെ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിസ്സഹായരായി നിൽക്കുന്നതാണ്. അതിനിടയിൽ തല്ലും പിടിയും വേറെ, അങ്ങനെ കുറെ സമയം പോയി. ഒരു കോർഡിനേഷൻ അർജന്റീനൻ ടീമിന്റെ ഭാഗത്തുനിന്ന് എവിടെയും നമ്മൾ കണ്ടില്ല. മെസ്സിക്ക് പന്തേ എത്തിയില്ല. ഗോൾ അടിക്കണമെങ്കിൽ പന്ത് എത്തണം. കാരണം അതിൽ മെസ്സി ചില അസിസ്റ്റുകൾക്ക് ശ്രമിച്ചു, ചില കോർണർ കിക്കുകളൊക്കെ മനോഹരമായി എടുത്തു. അതൊന്നും ഗോളാക്കി മാറ്റാനും കഴിഞ്ഞില്ല എന്ന്. ഏറ്റവും താഴെ കാണുന്ന കണക്കുണ്ടല്ലോ, 78% പാസുകളിലെ കൃത്യത. അത് ഒരിക്കലും അർജന്റീനയുടെ ഭാഗത്ത് നമ്മളങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തതാണ്. എങ്ങനെ പോയാലും ഒരു 85-ന് മുകളിലൊക്കെ പാസിംഗിലെ കൃത്യത ഉണ്ടാകുന്നതാണ്. 78% വീണു പോകുന്നു ആ കൃത്യത എന്നാണ്. കൃത്യമായി ലയണൽ മെസ്സിയിലേക്കുള്ള പന്തിന്റെ ഒരു ഒഴുക്കിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതിന് ഫുൾ മാർക്ക് റോഡ്രിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും മൈതാനത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കുക്കുറയെ കാണാമായിരുന്നു. അതെ, കുക്കുറയാണ് അതിൽ ഏത് വിങ് എന്ന് പറയാനില്ല, അത്രത്തോളം കാണാമായിരുന്നു. ഞാനൊരു കണക്ക് വായിക്കായിരുന്നു. റോഡ്രിയുടെ ഒരു മാപ്പ്. ഈ ടൂർണമെന്റിലുടനീളം റോഡ്രി ഇത് പന്തിന് വേണ്ടി പാസ് നൽകിയതിന്റെ ഒരു മാപ്പ് എല്ലായിടത്തും, ഒരു കോർണർ മുതൽ മറ്റ് ഈ 4 റൗണ്ടിലും ഉണ്ട്. അത്രത്തോളം ഒരു പൊസിഷൻ അങ്ങനെ കൊടുക്കുന്നില്ല, ഫ്രീ ആക്കി വിട്ടേക്കുവാണല്ലോ പരിശീലകൻ. എവിടെയാന്ന് വെച്ചാൽ കളിച്ചോളൂ. അത് പ്രതിരോധത്തിൽ നോക്കിയാൽ പ്രതിരോധത്തിലുണ്ട്, അറ്റാക്കിങ്ങിലേക്ക് പന്ത് കൊടുക്കാനാണെങ്കിൽ ആ ഭാഗത്തുണ്ട്. മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തും റോഡ്രിയെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്പെയിൻ ടീം, ഒരു മത്സരം പോലും തോക്കാതെ വന്ന സ്പെയിൻ ടീം, അവർ ഈ ടൂർണമെന്റിലെ റെക്കോർഡുകളൊക്കെ തന്നെ തൂക്കി എന്നുള്ളതാണ്. അവാർഡുകൾ, പുരസ്കാരമെല്ലാം തൂക്കി എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിനു മുൻപുള്ള മത്സരങ്ങൾ സ്പെയിൻ ഓക്കെ എന്നതേ നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രത്തോളം ഓ വാവ് എന്ന് പറയാവുന്ന രീതിയിൽ അവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ ആ സ്പെയിനിനെ കണ്ട് നമ്മൾ അന്തം വിട്ടു എന്ന് പറയണം. അത്രത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പരിശീലകൻ എന്താണോ പുസ്തകത്തിൽ സൂത്രവാക്യമായി എഴുതി വെച്ചത് അത് അതുപോലെ ആ ശിഷ്യന്മാർ നടപ്പാക്കിയത്. അപ്പോൾ മറുഭാഗത്ത് ശിഷ്യൻ സ്കലോണി കരയുന്നതും നമ്മൾ കണ്ടു. പക്ഷെ ഒരു കാര്യം പറയാം, മെസ്സിയുടെ കരച്ചിൽ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ എനിക്കും താങ്ങിയില്ല എന്നതാണ്. നമുക്ക് ഫുട്ബോളിന് ഇഷ്ടമുള്ള ആളുകളാണല്ലോ, എന്തൊക്കെ പറയുന്നത്. നമുക്ക് മെസ്സിയെ ഇഷ്ടമാണ്, റൊണാൾഡോയെ ഇഷ്ടമാണ്, നെയ്മറിനെ ഇഷ്ടമാണ്, ലൂക്ക മോഡ്രിച്ചിനെ ഇഷ്ടമാണ്, ഹാലൻഡിനെ ഇഷ്ടമാണ്, റോഡ്രിയെ ഇഷ്ടമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എണ്ണിത്തീരില്ല. അതെ, കപ്പടിച്ചില്ലെങ്കിലും കുറച്ചുകൂടി ഫൈനലിൽ മെസ്സിയുടെ ഒരു മിന്നൽ പ്രകടനങ്ങൾ നമ്മൾ കാത്തിരുന്നിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ലോകകപ്പിന്റെ താരങ്ങൾ ആരൊക്കെയാണ്. സ്പാനിഷ് താരങ്ങളുടെ ഒരു ആധിപത്യം തന്നെ നമുക്ക് പട്ടികയിൽ കാണാം. ആ പട്ടികയൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡൻ ബോളിൽ കൂടെ തുടങ്ങാം. നമുക്ക് ഈ ടൂർണമെന്റിലെ ഗോൾഡൻ ബോൾ അത് ലയണൽ മെസ്സി നേടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തി റോഡ്രിയെ കുറിച്ച് നമ്മൾ ഇനിയും പറയേണ്ടത്. ആ രീതിയിൽ റോഡ്രിയാണ് ഗോൾഡൻ ബോൾ ടൂർണമെന്റിലെ താരമായി മാറിയിരിക്കുന്നത്. മധ്യനിരയുടെ രാജാവ് എന്ന് ഞാൻ വിളിക്കും. അത്രത്തോളം ആധിപത്യം. ഇന്നലത്തെ മത്സരത്തിലാണെങ്കിൽ ഒരു ഹാഫ് ടൈം മുഴുവൻ റോഡ്രിയാണ് അവിടെ ചരട് വലിച്ചത്, നിയന്ത്രിച്ചത്, പന്ത് സപ്ലൈ ചെയ്തത് എല്ലാം റോഡ്രിയാണ്. ഒരു സംശയവുമില്ല. അതിലുണ്ട് അർഹതപ്പെട്ടത് തന്നെയാണ് ഗോൾഡൻ ബോൾ. ചാമ്പ്യൻ ആയി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇല്ലായിരുന്നു എങ്കിൽ ലയണൽ മെസ്സിക്ക് അത് കിട്ടിയേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് ഗോൾഡൻ ബോൾ നേടിയത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗോൾഡൻ ബൂട്ട് ആർക്കാണ് എന്ന് നോക്കുകയാണെങ്കിൽ അത് കിലിയൻ എംബാപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് ലഭിച്ചിരിക്കുന്നത്. അതെ, കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടുമ്പോൾ 10 ഗോളും 4 അസിസ്റ്റും. മെസ്സിക്ക് ഒരു ഹാട്രിക് വേണമായിരുന്നു, പക്ഷേ പന്ത് പോലും തൊടാൻ കഴിഞ്ഞില്ല. അപ്പോൾ കിലിയൻ എംബാപ്പെ
ഫ്രഞ്ച് വസന്തം അവിടെ 10 ഗോളും 4 അസിസ്റ്റുമായി ഫ്രാൻസിനെ മുന്നിൽ നയിച്ചു. പക്ഷേ സെമി ഫൈനലിൽ അവർക്ക് പുറത്ത് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോ ലൂസേഴ്സ് ഫൈനൽ എന്നുള്ള പ്രയോഗം ഒരു പ്രശ്നമാണെങ്കിൽ പോലും അവിടെയും ഗോള് അടിച്ച് കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കിലിയൻ എംബാപ്പയ്ക്ക്. ഫ്രഞ്ച് ആരാധകർക്ക് ആശ്വാസത്തിന് അല്ലെങ്കിൽ ആഹ്ലാദത്തിനുള്ള വക എംബാപ്പെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ ഗ്ലൗ ആരാണ് മികച്ച ഗോൾ കീപ്പർ എന്നുള്ള ചോദ്യത്തിന് ഉനായ് സിമോൺ ആയിരുന്നു. ഉനായ് സിമോൺ ശരിക്ക് വളരെ സിമ്പിളായി ഇത് തൂക്കി എന്ന് പറയാം. കാരണം വലിയ അധ്വാനിക്കേണ്ടിയൊന്നും വന്നിട്ടില്ലല്ലോ. ഇന്നലത്തെ മത്സരം മാത്രമല്ല പറയുന്നത്, ഈ ടൂർണമെന്റിൽ തന്നെ ഉനായ് സിമോണിന് വലിയ രീതിയിൽ അധ്വാനിക്കേണ്ടി വന്നില്ല. ഒരു ബഹളമാണ്. കാരണം ഒരേ ഒരു ഗോൾ മാത്രമാണല്ലോ വഴങ്ങിയിട്ടുള്ളത്. അത് ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തിൽ. ബാക്കി ഒരു മത്സരത്തിലും ഉദ്ഘാടന മത്സരത്തിൽ കേപ്പ് വെർദെയോട് ഗോൾ രഹിത സമനിലയായിരുന്നു. അതിനുശേഷം വന്ന ഓരോ മത്സരങ്ങളിലും സ്പെയിൻ ഗോൾ അടിക്കുന്നതല്ലാതെ സ്പെയിനിന്റെ വലയിലേക്ക് പന്ത് വീഴുന്നുണ്ടായിരുന്നില്ല. അതിൽ ഈ ഉനായ് സിമോൻ ഈ അവാർഡ് കിട്ടുന്നതിൽ പ്രധാന പങ്ക് ലപ്പോർട്ടിനും കുബാർസിക്കും ഉണ്ട് എന്നുള്ളത്. അതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില ട്രോളുകളൊക്കെ കാണുകയായിരുന്നു. ഉനായ് സിമോൻ മറുഭാഗത്തെ നെറ്റിലിരുന്ന് ഊഞ്ഞാലാടുകയായിരുന്നു എന്നുള്ള ട്രോളുകളൊക്കെ കാണും. എന്തായാലും ഈ ടൂർണമെന്റിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് പ്ലെയർ എന്ന് പറയണം ഉനായ് സിമോനെ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ ഉനായ് സിമോന് ഈ അവാർഡ് ലഭിക്കാൻ കാരണക്കാരനായ ഒരു പയ്യനാണ് ഈ ടൂർണമെന്റിലെ മികച്ച യുവതാരം. പറയാനില്ല, പൗ കുബാർസി. ആ സ്പെയിനിന്റെ പ്രതിരോധ കോട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 19 വയസ്സേ ഉള്ളൂ. യമാലിനൊപ്പം കളിച്ചു വളർന്ന ആളാണ്. ഒരുപാട് കാലം മുന്നിലുണ്ട്. അതെ, യമാലിനേക്കാൾ ഒരുപക്ഷെ ഈ ടൂർണമെന്റിൽ തൂക്കിയത് കുബാർസി ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്പാനിഷ് താരങ്ങൾ മികച്ച യുവതാരമാണ് കുബാർസി എന്ന് പറയേണ്ടി വരും. അതായത് ഗോൾഡൻ ബൂട്ട് ഒഴികെ ബാക്കിയെല്ലാം സ്പെയിനിലേക്ക് പോയിട്ടുണ്ട്. കിരീടം അടക്കം എല്ലാം സ്പെയിനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതാണ് ഏതായാലും ഒരു സ്പാനിഷ് ആധിപത്യം തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്രതീക്ഷിതമായ ഒരുപാട് 1-0 എന്നൊന്നല്ല, അതിനേക്കാൾ കൂടുതൽ ഗോളുകൾ വീഴേണ്ടതായിരുന്നു. എമിലിയാനോ മാർട്ടിനസിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സേവുകളും പറയേണ്ടത്. നമ്മൾ റോഡ്രിക്ക് ഗോൾഡൻ ബോൾ കിട്ടിയ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് റോഡ്രിക്ക് ഗോൾഡൻ ബോൾ കിട്ടിയത് എന്നുള്ള കണക്കുകൾ കൂടി പറയേണ്ടതുണ്ട്. ആ കണക്കുകൾ നോക്കുമ്പോഴാണ് റോഡ്രിക്ക് എന്തുകൊണ്ട് കിട്ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 655 പാസുകളുണ്ട് റോഡ്രിക്ക്. ഒരു മൈതാനം നിറഞ്ഞു നിൽക്കുന്ന റോഡ്രിയാണ്. 655 പാസുകൾ ഒരു ടൂർണമെന്റിൽ എന്നത് അത് സക്സസ്ഫുൾ പാസുകളുടെ മാത്രം എണ്ണമാണ് കേട്ടോ. അറ്റംപ്റ്റ് അല്ല, അറ്റംപ്റ്റ് വേറെ. ഇത് സക്സസ്ഫുൾ പാസുകളുടെ എണ്ണമാണ് 655. നോക്കൂ, 93% കൃത്യത റോഡ്രിയുടെ പാസുകളിൽ ഉണ്ട്. അത് 93-ലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് അത് അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. 9 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് 9 തവണയാണ്. 22 ക്ലീൻ ടാക്കിളുകൾ റോഡ്രിയുടെ ഭാഗത്തുണ്ടായത്. അത് പ്രതിരോധത്തിലും അറ്റാക്കിലും ഒരുപോലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ്. ഇനി ബോൾ റിക്കവറിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 34. അതുപോലെ ക്ലിയർ ചെയ്ത് വിട്ടത് ക്ലിയറൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 11. ഇതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ടൂർണമെന്റിലെ, ഇത് ഫിഫ ഔദ്യോഗികമായി വിട്ട ഒരു കണക്കല്ല. ഇനി ഔദ്യോഗിക അവസാന കണക്ക് നമുക്ക് വരേണ്ടതുണ്ട്, ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റോഡ്രിക്ക് ഇനി എന്താണ് നേടാനുള്ളത്? ഈ സ്പാനിഷ് ജേഴ്സിയിൽ ലോകകപ്പ് ഇതിനോടകം നേടിക്കഴിഞ്ഞു. അതായത് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ യൂറോ കപ്പ് നേടി, നാഷൻസ് ലീഗ് നേടി. അപ്പോൾ ഈ ആ ഒരു കുപ്പായത്തിൽ നേടേണ്ട കിരീടമൊക്കെ നേടി. ഇനി മറുവശത്താണെങ്കിൽ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. സിറ്റിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്, പ്രീമിയർ ലീഗ് നേടിയിട്ടുണ്ട്, സൂപ്പർ കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ ലോകകപ്പ് തുടങ്ങുമ്പോൾ അത്രയധികം ആഘോഷിക്കപ്പെട്ട ഒരാളല്ല റോഡ്രി എന്ന് പറയേണ്ടി വരും. നമ്മളിപ്പോൾ മെസ്സിയും റൊണാൾഡോയും നെയ്മറും അങ്ങനെയൊക്കെ പറയുമ്പോൾ ലെമിൻ യമാലാണ് സ്പെയിനിൽ നമ്മളൊരു ഐക്കണായി വെച്ചിരുന്നത്. പക്ഷേ റോഡ്രി എന്ന ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചു തന്നെയാണ് സ്പെയിനിനെ എത്തിച്ചത്. ഒന്നും നേടാൻ ബാക്കിയില്ല, കാരണം ബാലൻഡിയോർ അടക്കം അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ലോകകപ്പിലെ മികച്ച താരവുമായി കഴിഞ്ഞു. ഇനി എന്താണ് റോഡ്രിക്ക് നേടാൻ? എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ സിമ്പിളായി പറയാം. റോഡ്രിക്ക് ഏതായാലും ഗോൾഡൻ ബോൾ ലഭിച്ചപ്പോൾ ആ ഗോൾഡൻ ബോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മറ്റൊരാളെ കൂടി കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലേ? മെസ്സി എന്ത് പറയണമെന്ന് അറിയില്ല. തീർച്ചയായും മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ് ആണെങ്കിൽ അതൊരു വലിയ വിഷമമാണ്. മെസ്സിയുടെ കണ്ണീർ തന്നെയാണ് ഫുട്ബോൾ പ്രേമികളെ വേദനിപ്പിക്കുന്നത്.